എല്ലാം കത്തി ഞാൻ കേറി കത്തി പോയല്ലോ. ചേട്ടാ സിറ്റി കയറിയായിരുന്നല്ലേ? തലവട്ടം പോയില്ലേ? അണ്ണന്റെ ഇതിന് അടിച്ചോണ്ട് പോയ ഈകളായിട്ടാ സിറ്റി കയറിയായിരുന്നാ? അതാണ് കത്തിയത്. ഓ പറടാ, എങ്ങനെ എന്താടാ ടൂർ പോണ്ടേ? ഞാൻ അടിക്കോ തുപ്പിത്തരും ഞാൻ കേട്ടാ. എന്തായി എന്തായി? പുള്ളിക്ക് ബോധം വന്നപ്പോ പുള്ളി ഏത് ഈഗിള് ഗൂഗിളൊന്ന് മിഥുനണ്ണന്റെ ഡയലോഗ് പറഞ്ഞു. അണ്ണ ഗ്രൂപ്പിലെ ഞാനൊരു ഇതിട്ടുണ്ടായിരുന്നു കണ്ണ കേട്ടാ ഫോട്ടോ ആണ്. അത് ഇത്തിരി ഡാർക്കാണ്. ലീവൊക്കെ അപ്ലൈ ചെയ്ത് അത് വേസ്റ്റ്. അത് നോക്കിയാ ഗ്രൂപ്പ് ഇത്തിരി ഡാർക്കാണ് അത്. ഇങ്ങനെ ഡാർക്കാണ്. നിക്കണേ എന്റെ അമ്മോ. ഹലോ, എന്തൊക്കെയാണ് ആൾക്കാര് പറയണേ? ഇവനൊക്കെ പിടിച്ച് എന്തേലും കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ, ഇവനൊക്കെ നാളെ വീണ്ടും ഇതൊക്കെ നമ്മുടെ അടുത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇവനൊക്കെ ഇത് പറയും. ഒരു അംശമില്ല. അങ്ങനെ സ്കൂളിൽ പോവാത്ത കൊച്ചും. കാണിക്കുന്നല്ല, ഞാൻ കാണിക്കുന്നില്ല. എന്റെ ഫാമിലി ഫ്രണ്ട്ലി സ്ട്രീമാ. ടിവിയിലൊക്കെ കാണുന്നതാണ്. അതെ, മനസ്സിലായി. T47 തന്നെയാ. എങ്ങനെയാണ് ആൾക്കാർ ഗസ് ചെയ്യണേ? എടുത്തു വെച്ച് സ്കൂളൊന്നും കൂടെ പറഞ്ഞില്ലേ? അല്ല, സ്കൂളെന്ന് പറഞ്ഞാൽ ചേട്ടൻ തെറ്റ്. മുച്ചിര എവിടെ? മുച്ചിരയുടെ സുന്നത്ത് തിരക്കില്ല. ഒറ്റയ്ക്കിരിക്കുന്ന മോള്. നീ കത്തിപ്പോ ചോക്കറിനോട് ഇരിക്കുകയാണ് ഇപ്പോഴും. അതെ, ഞാൻ ബാറ്റും പിടിച്ചോണ്ട് അവന്റെ അടുത്തോട്ട് തുടങ്ങിപ്പോയോണ്ടാ മിണ്ടറിൽ എന്നെ എടുത്തു. എടാ സ്കൈഡാക്സ് മോഡറേറ്റേഷനുള്ള റോൾ എടുത്തോ? അണ്ണാ അവർക്ക് കൊടുത്തിട്ട് ഇവന്റെ അടുത്ത് കാണാം. ഇവനെ ഞാൻ ഒന്ന് ഡിസ്കണക്ട് അടിച്ചു വിട്ടോടാ. ഒരു മിനിറ്റ്. ഭയങ്കര ശല്യമായിരുന്നു ഇവനെ. കൊടുത്തില്ലടാ ബാക്കി മോഡറേറ്റേഴ്സ് ഉള്ളവർക്കും. ഒരാളെ ചോദിച്ചില്ല എന്നോട്. പിന്നെ അവര് അതന്നെ നീ ചോദിച്ചാലേ കൊടുക്കും. പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ, അത് പുള്ളിക്ക് മറ്റേ അന്നേരം വെള്ളത്തിന്റെ പുറത്തുണ്ടോ പറഞ്ഞത്. അത് വിട്, അത് കഴിഞ്ഞ്. നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഇന്നലെ നമ്മൾ പറഞ്ഞതല്ലേ. നമുക്ക് അങ്ങനെ ഒരു ഇത്രയും വലിയൊരു ഇപ്പൊ ഒരാൾ എനിക്ക് ഈ വണ്ടി കൊണ്ട് തന്നതുപോലല്ല ഒരു ബസ് എന്നൊക്കെ പറഞ്ഞ. മനസ്സിലായ? ചില്ലാവ്. ചന്ദ്രനൊന്നും ഇല്ല സിറ്റിയില്. കാലത്തായപ്പോ അത് പോയി. ഇന്ന് ഒരു ഗ്യാങ് അടിച്ച് കൊന്നെണ്ണ ചന്ദ്രൻ സോൾവ് ആക്കി വിട്ട്. ഏത് ഗ്യാങ്? ഓ എന്താ സിറ്റുവേഷൻ എന്തായിരുന്നു? ഞാൻ പറഞ്ഞുതരാ അണ്ണാ. ഇപ്പൊ നമ്മളിപ്പോ വേറൊരു ഗ്യാങ്ങോട്ട് സിറ്റുവേഷൻ, ഞാനും അണ്ണനും ഒരാളെ ഹോസ്റ്റേ എടുക്കുക. ഇപ്പൊ TG ഹോസ്റ്റേ എടുക്കുക. അപ്പൊ പെട്ടെന്ന് സ്റ്റീവ് വന്നിട്ട് നീ എന്താടാ ഹോസ്റ്റേ? അല്ല, അപ്പൊ സ്റ്റീവ് എന്ന് വെച്ചോ നീ എന്തിനാണ് ഹോസ്റ്റേ എടുക്കുന്നത്? നീ എന്തിനാ അവനെ ഹോസ്റ്റേ എടുക്കുന്നത് ചോദിക്കാം. വേറെ രണ്ട് ഗ്യാങ് നടക്കുമ്പോ ഇപ്പൊ നമ്മളും TG അടി നടക്കുമ്പോ അല്ല, ഞാൻ പറയണ നമ്മള് രണ്ട് ഗ്യാങ്ങായിട്ട് അടി നടക്കുക. ഇപ്പൊ TG ആയിട്ട് അടി നടക്കുക. അപ്പൊ പെട്ടെന്ന് T47 ഉള്ള വന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് നീ എന്തിനാണ് അവനെ ഹോസ്റ്റേ എടുക്കുന്നതെന്ന് ഒന്ന് ചോദിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾക്ക് നീ ഏതാണെന്ന് ചോദിക്കത്തില്ല, അല്ലെ നീ പോടാ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, നീ ഏതാണെന്ന് ചോദിക്കത്തില്ല. സ്റ്റീവ് അതുപോലെ തന്നെ സെയിം ഇതുപോലെ പ്ലോട്ട് ചെയ്താ. വേറെ രണ്ട് ഗ്യാങ് സിറ്റുവേഷൻ സ്റ്റീവ് വേണ ചെന്നിട്ട് ബാറ്റൊക്കെ ഇട്ട് എന്നിട്ട് എന്തിനാണ് അവരെ ഹോസ്റ്റ് എടുക്കുന്നത്? അപ്പോഴേ തലക്ക് ഉണ്ട്. ഇതെന്തോ വലിയ കുറ്റകൃത്യം പോലെ ആരാണ് എന്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് നോക്കിയേ. മിയ ഖലീഫയെ പറ്റി പറയുന്ന സണ്ണി ലിയോൺ. അങ്ങനെയല്ല ഇപ്പൊ അത് പറയണ. ഇപ്പൊ അലിഞ്ചോ സൂമ്പനാണെന്ന് ആറാട്ടാണ്. അതാണ് അണ്ണാ ഞാൻ പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാർ നിക്കണം. ഞാൻ ബാറ്റും പിടിച്ചോണ്ട് അങ്ങോട്ട് പോയപ്പോ അവര് ഏതോ പാവം അതിനെ ഹോസ്റ്റ് ഇപ്പോഴോ അല്ലല്ല കൊറേ പാവം പയ്യനെ ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ നീ സിറ്റിയിലെ ഡിങ്കനാ നീ.
ഇല്ല ഇല്ല അണ്ണാ, ഞാൻ രക്ഷിക്കാൻ പോയതല്ല. ഞാൻ എന്തൊരു സീൻ അറിയാൻ വേണ്ടിട്ട് എന്തിനാ ബ്രോ ഇതേപോലെ അണ്ണാ അമ്മ സത്യം ഇതേപോലെ ഞാൻ ചോദിച്ചത്. എന്തിനാ ബ്രോ ഹോസ്റ്റ് വെയിറ്റ് ചെയ്യണേ, ഞാൻ പറയട്ടെ. എന്തിനാ ബ്രോ ഹോസ്റ്റ് എടുക്കുന്നത്? ഇത്രേ ചോദിച്ചോളൂ. അവൻ നേരെ കണ്ടെടുത്ത് നീ ഏതാ കണ്ടിന്യൂ ചോദിച്ചു. എന്നെ 3 ടാപ്പ് ഒന്നുമില്ല, ഒരു സംസാരം ഒന്നുമില്ല, ഒരു 3 ടാപ്പ് ഉണ്ടാവും. നിന്നെ കൊന്ന ഒരു മര്യാദ കേട്ടേടാ. ഇവിടെ എല്ലാരും വിളിക്കുന്നത്. അങ്ങനെ മാലയിട്ട് പൂജിക്കാനായി. എന്തോണ്ണാ നിന്നെ ഇപ്പൊ ആവേശ് കുമാർ ഇവിടെ എല്ലാരും വിളിക്കുന്നത് കേട്ടാ. അത് എല്ലാരും ഇല്ലാണ്, ചന്ദ്ര മാത്രമേ അല്ല, വിളിക്കൂ. അത് കേട്ടോണ്ട് ഇവിടെ ചാറ്റിൽ കുറെ ആവേശ് കുമാർ എന്ന് വിളിക്കണത് നിന്നെ. ഒരാഴ്ച ഞാൻ ബ്രേക്ക് പേരായി കേട്ടാ, ഒരു പേരായി. സ്നൈപ്പ് പിസ്റ്റളിന് പണിയാണ് അമ്മാരെ. അടിച്ചിട്ടാമാരെ പിന്നെ പിസ്റ്റളിന് അടിച്ചിട്ട് അടിച്ചെടുത്ത് ഹോസ്റ്റേജ് കൊടുത്ത് ഹോസ്റ്റേജ് എടുത്ത് കത്തിച്ചു വിട്ടു അവനെ. എന്നിട്ട് അവന്മാർ റേഡിയോ കയറി സോറി പറഞ്ഞു അട്ടനെ വിട്ട്. അവന്മാർ പറഞ്ഞു ബ്രോ അത് ആളെ സ്റ്റീവാന്ന് നമ്മൾ അടിക്കത്തില്ല. ഗോഡ്സിൽ എപ്പോ കണ്ടു ബ്രോ? ഇപ്പൊ 2 വണ്ടിയെല്ലാം സിറ്റിയിൽ പറ്റുള്ളൂ. അപ്പൊ അത് മാറി മാറി പുതിയത് വന്നോ? എന്ത് പുതിയ പുതിയ റൂൾ പ്ലാൻ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പുതിയ പ്ലാൻ 3 വണ്ടി ഇറക്കാം. പറ്റും 3 വണ്ടി ഇറക്കാൻ പറ്റും. എന്റെ ഇപ്പൊ പറയും ടിവിക്ക് ഗോഡ്സിലേക്ക് ഇറക്കി കൊടുക്കാൻ വേണ്ടി 3 വണ്ടി ആക്കി എന്ന് പറയും. അതെവിടെ അനൗൺസ്മെന്റ് കണ്ടില്ലല്ലോ. എക്സ്കാങ് 3 ഡ്രസ്സും ആക്കണം അല്ലേ? അത് എക്സ്കാങ് എക്സ്ക്ലൂസീവ് 5000 രൂപ. എവിടെ സെർവർ അനൗൺസ്മെന്റ് ആണോ സിറ്റി അനൗൺസ്മെന്റ് ആണോ? അല്ല, ഡൊണേറ്റർ പ്ലാൻസ് എവിടെയാ? 50 ഗണ്ണും കിട്ടും. പ്ലാൻസിലാണ് ഗ്യാങ്ങിന്റെ Donator? പ്രീമിയം പ്ലാൻ അതിന്റെ അകത്ത് എക്സ്കാൻ പ്രീമിയം പ്രിവിലേജസ്. ഡൊണേറ്റർ പ്ലാൻസിൽ ഒന്നും കാണിക്കുന്നില്ല. എക്സ് ഗ്യാങ് അത് താഴോട്ട് സ്ക്രോൾ ചെയ്യും. കണ്ടു പിള്ളേർക്ക് മന്ത്ലി 4950 രൂപയോ? ഒന്ന് അപ്പോ കൂടുതലല്ലേ? ഇച്ചിരി കൂടുതലല്ലേ? എന്താണ് മറ്റേ സീസുകാർ കൊണ്ടുപോലെ 1000 രൂപയുടെ വണ്ടി ഒരു മാസം കഴിഞ്ഞ് എടുത്ത് കളഞ്ഞു. പൈസ എടുത്തിട്ടുണ്ട് സീസുകാർ കൊണ്ടുപോകണ. അത് ആദ്യമായിട്ട് RP-യിലാണ് അനുഭവിച്ചത്. സെർവർ ഓടണ്ടേ? അവർക്ക് ഇത്രയും പൈസ കൊടുക്കണല്ലേടാ. ഈ ഡീഡോസ് ഇതെല്ലാം ഏതാക്കി അവര് ഇത്ര ഓടിക്കണമല്ലേ? 1000 ഒരു വണ്ടിക്ക് ഇച്ചിരി കൂടുതലല്ലേ? അല്ല, നീ എന്നാ വേറെ സെർവർ പോയി കളിക്കടാ അച്ചുപട്ടി. അല്ല, നിനക്ക് എല്ലാം ഫ്രീ ആയിട്ട് തരാം. ഇതിപ്പോ 2 6x6 വേണമെങ്കിലും ഇറക്കാം. 4x4 വെഹിക്കിള്, 6x6 വെഹിക്കിള്, their own choice either 4x4 or 6x6. 50 ഇല്ലീഗൽ ഗൺസ്, now a carbon rifle, 1 custom heli. 10 മെമ്പേഴ്സിന് ക്യൂ പ്രയോറിറ്റി ഉണ്ട്. വിളിക്കണ്ട, ആരും വിളിക്കണ്ട. ഒന്നും പറയില്ല ഗൈസ്. വേറൊരു കാര്യം പറഞ്ഞാ, നിങ്ങള് നമ്മുടെ ഷൗടെക്സിന്റെ വീഡിയോ കണ്ട് ഇംപ്രസ്ഡ് ആയിട്ട് നമ്മുടെ നിയോ ടോക്കിയോയിലെ സ്റ്റാഫും അതേപോലെ തന്നെ DRVയിലെ മെമ്പറും ആയിട്ടുള്ള ഒരാള് 500 GB SSD നമ്മുടെ ഷൗടെക്സിന് ഓർഡർ ചെയ്ത് കൊടുക്കുന്നു. എടാ, SSD ഇടാനുള്ള സ്ലോട്ട് ഉണ്ടോ നിനക്ക്? സ്ലോട്ട് ഉണ്ടല്ലേ? ഇവിടെ ഉണ്ടല്ലോ ഓരോ സ്ലോട്ട്. കഴിവുള്ളവർക്ക് ഇങ്ങനെ കിട്ടൂടാ. ആൾക്കാർ അവരെ സൈഡില് പറഞ്ഞതാ പറഞ്ഞേ. നോക്കിയിരിക്കുന്നു കേട്ടോ. അതെ മുച്ചിരുന്ന ഡിപ്രഷനിലാണ് മോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. അവരുടെ സുന്നത്ത് കൈ നടക്കുമല്ലേ? അവര് കൈ അനക്കാൻ വയ്യാത്തതുകൊണ്ടായിരിക്കും. സുന്നത്ത് കഴിഞ്ഞാൽ കൈ കണക്കാൻ പറ്റൂലാണ്. പിന്നെ വേദനയല്ലേടാ മൊത്തത്തിൽ? ശരീരം മൊത്തം വേദനിക്കുവോ? അതെനിക്കറിഞ്ഞൂടാ. ഇല്ല ആളില്ല. ഇത് കഴിഞ്ഞാ നാളത്തെ പരിപാടി ഫ്രീ ആണോ? അയ്യോ ബ്രോ, അത് കോളേജ് ഷോയാ ബ്രോ. കോളേജ് പിള്ളേർക്ക് വെളിയിലത്തെ ആൾക്കാർക്ക് എൻട്രി ഉണ്ടാവൂല. കോളേജിനകത്തുള്ള സ്റ്റുഡൻസിന് വേണ്ടിട്ട് നടത്തുന്നതല്ലേ. എവിടെ പരിപാടി? മുസ്ലിയാറില് പത്തനംതിട്ടടാ. ലോങ്ങ എന്താടാ? ലോങ്ങ അല്ല, നീയൊക്കെ എന്തിനാ വരണേ? ചേട്ടാ, അന്നത്തെ റീലെല്ലാം കേറിയല്ലോ. സെർവർ പോയി, സെർവർ അടിച്ചു പോയി. ഇത്
താല്പര്യമുണ്ട്. കൈലാസം റോൾ പ്ലേ ഉണ്ട്. ശിവനായിട്ടല്ല കളിക്കല്ലേ. താല്പര്യമുണ്ട്. ലിങ്ക് അയച്ചേ എല്ലാരും കൂടെ കേറി വാ. കൈലാസം റോൾ പ്ലേ അതായിരിക്കും. കൈലാസം റോൾ പ്ലേ പെണ്ണിട്ട് അവിടെ താഴെ എനിക്കിവിടെ പെർമനന്റ് ആണ്. അണ്ണോ സംസാരിച്ചാൽ മാറ്റി തരുവേ. നിനക്ക് പെർമനന്റ് ആണോ അവിടെ? അവിടെ പെർമനന്റ് ആണ്. അവിടെ permanent ആണ്. എന്ത് ഞാത്തി കളിക്കണ്? അത് നൈസ് അല്ലേ സാധനം? എന്താ അതൊരു ഫിഡ്ജറ്റാ കണ്ട, ഒരു ഫിഡ്ജറ്റാ 3D പ്രിന്റ് ചെയ്തെടുത്ത ഞാൻ. മുട്ട ഇങ്ങനെ പ്രിന്റ് ചെയ്ത് എന്ത് സെല്ല് രണ്ടു മൂന്ന് ഫ്രണ്ട് ഞാനും കൂടെ കൊണ്ടുപോയണേ. ഞാനിതെല്ലാം ഇവിടെ തന്നെ വെക്കും. ഒരാൾക്ക് ഒരു മനുഷ്യനും കൊടുക്കൂല. എനിക്ക് തരൂലേ? നിനക്കും തരൂല. നിനക്കും തരണം. നെന്മാറ കളിക്കൊരു ഷോപ്പ് ഇടാം നമുക്ക്. അതാവുമ്പോ എല്ലാം കൂടെ തൂക്കി വെക്കാം. തൂക്കി വെക്കാം. നീ എന്തെങ്കിലും പണിയെടുത്ത് നീ പൈസ ഉണ്ടാക്കിയത്. ഞാൻ പണിയെടുക്കുന്നില്ല, നീ പൈസ ഉണ്ടാക്കാൻ നിൽക്കണ്ട. വെറുതെ ഇരിക്കാൻ അതാ വെറുതെ ഇരിക്കുന്നതിന്റെ നിനക്ക് പ്രശ്നം. ഡിസ്കോഡ് ഇന്നലെ നമ്മള് നോക്കിയായിരുന്നു. ഇന്നിപ്പോ വേറെ എന്ത് ചെയ്യാൻ? ഇത് കണക്ട് ആവുന്നില്ല.